നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഒരുമിച്ചുള്ള വാർത്തായാത്ര ആരംഭിക്കാൻ പോകുന്നു. ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ, ചില രാഷ്ട്രീയ പ്രതികരണങ്ങൾ, പതിവ് സെഗ്മെന്റുകൾ, ഇതിലൂടെയൊക്കെ ഇനിയുള്ള അരമണിക്കൂർ സമയം നമ്മൾ കടന്നുപോകും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ജനങ്ങളുടെ പ്രതികരണ വേദി എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ പരിപാടി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. ആശങ്കകൾ, പരാതികൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ ഇതൊക്കെ ഞങ്ങളെ അറിയിക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 048428300510. ഒരുപക്ഷെ നിങ്ങളുടെ കൈവശം വാർത്തകൾ ഉണ്ടായിരിക്കാം. ഒരു വാർത്താ മാധ്യമം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാർത്തകളായി ഞങ്ങളെ അറിയിക്കാം. അതിൻ്റെ ദൃശ്യങ്ങൾ അത് വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പി വി അൻവർ MLA കൈവിടുന്നു CPIM-ഉം. പി വി അൻവറിന്റെ നിലപാടുകളോട് യോജിക്കാൻ കഴിയില്ല എന്നും പാർട്ടി ശത്രുക്കൾക്ക് ആയുധം നൽകുന്ന നടപടിയാണെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിമർശിച്ചു. മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളിയതോടെ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയും അനിശ്ചിതത്വത്തിലാണ്. പി വി അൻവറിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച മുസ്ലിം ലീഗ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാകുന്നതും ഇന്നത്തെ വാർത്താ ദിനത്തിൽ കണ്ടു. അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. പരസ്യമായി തള്ളിപ്പറഞ്ഞ് ഗുഡ് ബുക്കിൽ നിന്ന് പി വി അൻവറിന്റെ പേര് മുഖ്യമന്ത്രി വെട്ടിയത് ഇന്നലെ. പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കമെന്ന് പറഞ്ഞ CPIM-ഉം ഇന്നിതാ അൻവറിനെ കൈയൊഴിഞ്ഞു. ശത്രുക്കളുടെ കയ്യിൽ ആയുധം വെച്ചു കൊടുക്കുകയാണ് അൻവർ എന്നാണ് CPIM നിലപാട്. പാർട്ടിയെയും മുന്നണിയെയും ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് CPIM നിലപാട്. പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് അൻവർ പിന്മാറണം. പി വി അൻവറിനോട് ഒരു തരത്തിലും യോജിപ്പില്ലെന്നും CPIM വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതിലെ അതൃപ്തി പിണറായി പരസ്യമാക്കിയതിന് പിന്നാലെയാണ് പാർട്ടിയുടെയും മുന്നറിയിപ്പ്. CPIM പ്രസ്താവന പ്രമുഖ നേതാക്കളും മന്ത്രിമാരും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. അൻവറിനെ അനുകൂലിച്ചും ഒരു വിഭാഗം രംഗത്തുണ്ട്. ആരോപണങ്ങളിൽ UDF അന്വേഷണം ആവശ്യപ്പെടുന്നുവെങ്കിലും അവിടെയുമുണ്ട് കല്ലുകടി. അൻവറിനെ ലീഗിലേക്ക് ക്ഷണിച്ച ഇക്ബാൽ മുണ്ടേരിയുടെ നടപടി ലീഗ് നേതൃത്വം തള്ളി. ഞങ്ങളാരും അറിഞ്ഞില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാനറിയില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലേ. എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് ഇനി അദ്ദേഹത്തിനെ പറ്റി ഒന്നും ഡിബേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അൻവറിനെ വേണ്ടെന്ന UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചതിന് പിന്നാലെ തെറ്റ് തിരുത്തിയാൽ പരിഗണിക്കാമെന്ന K സുധാകരൻ. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അകത്തുനിന്ന് കത്തിച്ചൊലിക്കുന്നുണ്ട്. അതൊക്കെ തിരുത്തിയിട്ട് വരട്ടെ. അപ്പം നമുക്ക് മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ മുസ്ലിം ലീഗിന്റെ അത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായമൊന്നുമല്ല. തന്റെ ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം പ്രതീക്ഷിച്ച അൻവറിനെതിരെ ഇന്ന് അന്വേഷണം തിരിയുകയാണ്. പുറത്തുവിട്ട ഫോൺ സംഭാഷണങ്ങൾ, ഫോൺ ചോർത്തൽ, സ്വർണ്ണക്കടത്ത് ബന്ധം, CPIM-ലെ പിന്തുണ, ഇതെല്ലാം പരിശോധനാ പരിധിയിലുണ്ട്. പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്ന് അൻവർ ആവർത്തിക്കുമ്പോൾ CPIM-ലെ വിഭാഗീയത ഉയർത്തിക്കാട്ടുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയും CPIM-ഉം തള്ളിപ്പറഞ്ഞതോടെ അൻവർ ഒറ്റയ്ക്ക് പടവെട്ടുമോ അതോ സമരസപ്പെടുമോ എന്നതിലാണ് രാഷ്ട്രീയ കൗതുകം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. ശിരൂർ ദൗത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ശിരൂരിൽ നാളെ മുതൽ കൂടുതൽ വിപുലമായ തെരച്ചിലാണ് നടക്കുക. തെരച്ചിലിന്റെ ഭാഗമാകാൻ റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രബാലൻ നാളെ ശിരൂരിലെത്തും. 10 ദിവസം കൂടി ശിരൂരിൽ തുടരുമെന്ന് ഡ്രഡ്ജിംഗ് കമ്പനിയും അറിയിച്ചു. ആവശ്യമെങ്കിൽ നാവികസേനയുടെ സഹായം തേടുമെന്ന് ഉത്തരകന്നഡ ജില്ലാ കളക്ടർ വ്യക്തമാക്കി. അതിനിടെ ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്ന് ഈശ്വർ മാൽപേ ശിരൂർ ദൗത്യം മതിയാക്കി മടങ്ങി. മൂന്നാം ഘട്ട ശിരൂർ ദൗത്യത്തിന്റെ 3-ാം ദിനം. പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള തിരച്ചിലോ സംഭവ വികാസങ്ങളോ അല്ല ഇന്നുണ്ടായത്. പകരം നാടകീയത നിറഞ്ഞ രംഗങ്ങളായിരുന്നു ശിരൂർ ദൗത്യ മേഖലയിൽ. ഒടുവിൽ ഈശ്വർ മാൽപേക്ക് നാട്ടിൽ മടങ്ങേണ്ടിയും വന്നു. നാവികസേന അടയാളപ്പെടുത്തിയ ഗംഗാവാലി പുഴയിലെ കോണ്ടാക്ട് പോയിന്റ് 3 കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തിരച്ചിൽ. ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാർ നടത്തിയ തിരച്ചിലിൽ ലോറിയുടെ എഞ്ചിൻ ബോക്സ് കണ്ടെത്തിയെങ്കിലും അത് അർജുന്റെ ലോറിയുടേതല്ലെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു.
ഇവിടെ നിന്ന് കണ്ടെത്തിയ സ്കൂട്ടർ ഷിരൂരിൽ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണിന്റെ ഭാര്യയുടേതെന്ന് ഉറപ്പിച്ചു. ഡ്രഡ്ജർ ഉപയോഗിച്ച് അടിത്തട്ടിലെ മണ്ണ് കൂടുതൽ നീക്കം ചെയ്താലേ തിരച്ചിലിൽ പ്രതീക്ഷയുണ്ടാകൂ. ഡ്രഡ്ജർ 10 ദിവസം കൂടി ഷിരൂരിൽ തുടരുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ പറഞ്ഞു. 5 people are there, driving people are there. It is 80 hours. From now. 80 hours means it is 10 days. ഡ്രഡ്ജിംഗ് കമ്പനിയുമായുള്ള കരാർ നാളെയായിരുന്നു അവസാനിക്കേണ്ടിയിരുന്നത്. അടുത്ത ദിവസം മുതൽ കൂടുതൽ വിപുലമായ തിരച്ചിൽ നടത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ആവശ്യമെങ്കിൽ നാവികസേനയുടെ സഹായം തേടുമെന്ന് ഉത്തര കന്നഡ ജില്ലാ കലക്ടർ അറിയിച്ചു. തിരച്ചിലിന്റെ ഭാഗമാകാൻ റിട്ടയർഡ് മേജർ M ഇന്ദ്രബാലൻ നാളെ ഷിരൂരിലെത്തും. റഡാർ പരിശോധന ഉണ്ടാകില്ലെന്നും മുമ്പത്തെ പരിശോധനാ ഫലങ്ങൾ തിരച്ചിലിന് ഉപയോഗിക്കുമെന്നും M ഇന്ദ്രബാലൻ 24നോട് പറഞ്ഞു. സതീഷ് MLA അവിടെ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ സിൻസിയറിറ്റിയും അവരുടെ കമ്മിറ്റ്മെന്റ് കണ്ടിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. അപ്പോൾ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരുടെ പ്രയത്നങ്ങൾ എങ്ങനെ സക്സസ് ആക്കാൻ പറ്റും, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ അവിടെ വരും. കാരണം ഈ ഡ്രഡ്ജർ വെച്ചിട്ട് മണ്ണ് മാറ്റാനും ഈസി അല്ല. അവിടെ കുറച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ നോക്കേണ്ടി വരും, കുറച്ച് ഇന്നോവേഷൻസ് ചെയ്യേണ്ടി വരും. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കമാണ് തിരച്ചിൽ കൂടുതൽ ദുഷ്കരമാക്കുന്നത്. ലോറിക്ക് മുകളിലുള്ള മണ്ണ് മാറ്റുന്ന ദൗത്യം ശ്രമകരമാണെന്നാണ് വിലയിരുത്തൽ. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ മടങ്ങിയാലും പ്രശ്നമില്ല എന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. പകരം സംവിധാനം അവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് കാർവാർ MLA അടക്കം വിശദീകരിക്കുന്നത്. ഡൈവർമാർ 10 ദിവസം നീളുന്ന ഡ്രഡ്ജിംഗ് സംവിധാനം, നാളെ മുതൽ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലെ തിരച്ചിലും. ഷിരൂരിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ് 24. ഷിരൂരിലെ ദൗത്യത്തിനായി ഈശ്വർ മാൽപെ നാളെ മടങ്ങി വരുമെന്നാണ് പ്രതീക്ഷയെന്ന് ലോറി ഉടമ മനാഫ് 24നോട് പറഞ്ഞു. അർജുന്റെ അമ്മ മാൽപെയെ വിളിച്ച് ദൗത്യമേഖലയിൽ തുടരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അശോക് ലേലാൻഡ് ലോറിയുടെ ചേസ് നമ്പർ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തിയതിനാൽ അധികൃതർ മാൽപെയെ ഭീഷണിപ്പെടുത്തി എന്നും മനാഫ് പറയുന്നുണ്ട്. മനാഫിന്റെ വാക്കുകളിലേക്ക്. മാൽപെനെ ഭീഷണിപ്പെടുത്തി, പക്ഷേ മാൽപെ അങ്ങനെ തോറ്റുപോകുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അമ്മ വിളിച്ചിട്ടുണ്ട് അർജുൻ്റെ, മാൽപെ തിരിച്ചു വരും. അമ്മ പറഞ്ഞാൽ പിന്നെ മാൽപെക്ക് വരാതെക്കാൻ പറ്റില്ല. അമ്മ എന്താ മാൽപെയോട് പറഞ്ഞു? അമ്മ പറഞ്ഞിരിക്കണേ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, പോകരുതെന്ന് പറഞ്ഞിരിക്കണേ. അമ്മൻ്റെ വാക്ക് കേൾക്കുന്നതാണ് വിശ്വാസം. നോക്കാം. നാളെ മടങ്ങിയെത്തോ? തീർച്ചയായിട്ടും വരേണ്ടതാണ്. ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ മടുത്താണ് മാൽപെ പോയത് എന്നുള്ള വിമർശനം ശക്തമായി ഉയരുന്നുണ്ട്. ഒരുപക്ഷെ നാളെ മാൽപെ വീണ്ടും ആ ദൗത്യത്തിൻ്റെ ഭാഗമാകുമോ, അർജുൻ്റെ അമ്മ വിളിച്ചതിന് പിന്നാലെ മാൽപെ വീണ്ടും അവിടേക്ക് എത്തുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന് കരുതാം. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണമാണ് അരൂർ തുറവൂർ ദേശീയപാതയിൽ പുരോഗമിക്കുന്നത്. എന്നാൽ നാട്ടിലുണ്ടാകാൻ പോകുന്ന ഒരു വികസനത്തിനു വേണ്ടി മാസങ്ങളായി ജനങ്ങൾ ഇങ്ങനെ ദുരിതമനുഭവിക്കുന്ന കാഴ്ച മറ്റെവിടെ കാണാൻ സാധിക്കും? ഇപ്പോൾ അരൂരിൽ സമാന്തര പാത നിർമ്മാണത്തിനു വേണ്ടി ഒരാഴ്ച വലിയ ഗതാഗത ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. നോക്കാം എങ്ങനെയാണ് ക്രമീകരണങ്ങളെന്നും അത് യാത്രക്കാരെ ബാധിക്കുന്നുണ്ടോ എന്നും. സംസ്ഥാനത്ത് റോഡ് മാർഗം സഞ്ചരിക്കുന്ന മുഴുവൻ യാത്രക്കാരെയും ബാധിക്കുന്ന വിഷയമാണ് തുറവൂർ അരൂർ ദേശീയപാതയിലെ ഗതാഗത കുരുക്ക്. ഹൈക്കോടതി അടക്കം ഇടപെട്ട വിഷയത്തിൽ സുഗമമായ യാത്ര ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയാണ് പുതിയ ഗതാഗത ക്രമീകരണം. അരൂർ ക്ഷേത്രം കവല മുതൽ അരൂർ പള്ളി വരെ കിഴക്കേ വരിയിലൂടെ മാത്രമാണ് ഇരുഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇവിടുത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് മറ്റു ക്രമീകരണങ്ങൾ. അരൂക്കുറ്റി ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവർ അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ നിന്ന് ഫ്രീ ലെഫ്റ്റ് എടുത്ത് 300 മീറ്റർ മുന്നോട്ട് പോയ ശേഷം യു ടേൺ എടുത്ത് പോകണം. ഇരുചക്ര വാഹനങ്ങൾക്ക് നിയന്ത്രണമില്ല, കടന്നുപോകാം. എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നവർ കുണ്ടന്നൂരിൽ നിന്ന് തൃപ്പൂണിത്തറ, പുതിയകാവ്, ഉദയംപേരൂർ, വൈക്കം, തണ്ണീർമുക്കം വഴിയോ തീരദേശപാത വഴിയോ പോകണം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ടവർ MC റോഡിനെയോ AC റോഡിനെയോ ആശ്രയിക്കണം. ഭാരവാഹനങ്ങൾ എറണാകുളം ഭാഗത്തു നിന്നോ ആലപ്പുഴ ഭാഗത്തു നിന്നോ അരൂരിലേക്ക് ഒരു കാരണവശാലും കടത്തിവിടില്ല. ഒരു കാരണവശാലും ഹെവി വെഹിക്കിൾസ് ആലപ്പുഴ വഴി അരൂർ ഭാഗത്തേക്ക് വരുന്ന ഹെവി വെഹിക്കിൾസും എറണാകുളത്ത് നിന്ന് അരൂർ ഭാഗത്തേക്ക് വരുന്ന ഹെവി വെഹിക്കിൾസും ഒരു കാരണവശാലും ഈ ദിവസങ്ങളിൽ ഏകദേശം ഒരാഴ്ചയോളം ഇത് തുടരും എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ള അറിവ്. ആ ഒരാഴ്ച കാലത്തേക്ക് ഒരു കാരണവശാലും ഹെവി വെഹിക്കിൾസ് ഈ റോഡ് വഴി കടത്തിവിടുന്നതല്ല. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും KSRTC ബസ്സുകൾ സർവീസ് നടത്തും. നിലവിൽ ഒരാഴ്ചയാണ് നിയന്ത്രണമെങ്കിലും അത് നീളാനും സാധ്യതയുണ്ട്. 1/2 കിലോമീറ്റർ ഭാഗത്ത് ടൈൽ പാകാനാണ് ഒരാഴ്ച നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ് കാലതാമസമെന്നാണ് കമ്പനിയുടെ വിശദീകരണം. 2026 ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് കമ്പനി കരാറെടുത്തിരിക്കുന്നത്. അതുവരെയും ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കണോ എന്നതാണ് ഉയരുന്ന ചോദ്യം.
ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ട്രാഫിക് നിയന്ത്രണങ്ങളിൽ വലഞ്ഞ യാത്രക്കാർക്കും നാട്ടുകാർക്കും എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണം. അതിലേക്ക് ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ ഈ ചെളിയുടെ അകത്ത് പൂണ്ട്, ഞങ്ങളുടെ ചെരുപ്പ് വരെ പൂണ്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഈ വണ്ടിയുടെ അകത്ത് വന്നത്. ഈ അരുമുക്കത്തു നിന്നൊക്കെ ഇവിടെ വന്ന് ഇറങ്ങിയാൽ ഞങ്ങളുടെ ജീവൻ പേടിച്ചാണ് ഞങ്ങൾ അപ്പുറം കിടക്കുന്നത്. എല്ലായിടത്തും ബ്ലോക്ക് തന്നെയാണ്, മൊത്തം ബ്ലോക്ക് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റാൻഡിൽ 85 വണ്ടിയുണ്ട്. അതിലിപ്പോൾ ഞങ്ങൾ 10-12 പേര് ഇവിടെ വന്നിട്ടുള്ളൂ. അവിടെ ബാക്കിയുള്ളവരൊക്കെ എടുത്തോണ്ട് പോയിരിക്കണം. ഹൈക്കോടതിനെ പോലും മാനിക്കാത്ത പണികൾ നടക്കണം. പിന്നെ എന്ത് പറയാനാണ്? എൻ്റെ കാലും പാടില്ല, ഈ അഴുക്ക് പിടിച്ചു കൊടുത്ത് കാണുന്നു. എങ്ങനെ പോരും നടന്നു? ഒന്ന് അമ്പലം വരെ ആശുപത്രി വരെ അല്ലണം നമുക്ക്. ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ഇതിൻ്റെ ടൈല് വിരിച്ച് കഴിയുമ്പോൾ അത് പൊക്കി ചെയ്താൽ കൊള്ളാം. അല്ലെങ്കിൽ ലോഡ് വണ്ടിയാണ് വന്നത്, അവരുടെ ലോഡ് വണ്ടി വന്ന് താന്ന് തന്നെ പോകും. അതിപ്പോൾ 2 സൈഡും താന്ന് തന്നെ. ഇപ്പം ഞങ്ങൾക്ക് 3 വീലാണ്. ഈ താന്ന് പോണ സമയത്ത് 1 വീല് പൊങ്കത്തും 2 വീല് താഴ്ത്തും. വണ്ടി എപ്പോഴും കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്രമീകരണം ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ വണ്ടി തിരിച്ചൊക്കെ വിടുന്നുണ്ട്. വണ്ടിക്ക് ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ ഭയങ്കര ബ്ലോക്ക്. യാത്രക്കാരൊക്കെ ഭയങ്കരമായിട്ട് ക്ലേശിക്കുകയാണ് ഇവിടെ. സമയത്തൊന്നും എത്താമല്ല. 1 മണിക്കൂർ കൊണ്ട് ചെല്ലേണ്ട പാട്ടി 5 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് സ്ഥലത്ത് എത്തുന്നത്. ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്തയിലേക്കാണ്. കാട്ടുപന്നി കാറിന് കുറുകെ ചാടി വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. തൃശൂർ മുള്ളൂർക്കര സ്വദേശി മീന ഇ.കെ. മരിച്ചത്. അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്താണ് അപകടം ഉണ്ടായത്. സൂരജ് സജ്ജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് സംഭവിച്ചത്? സൂരജ്, ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയായിരുന്നു ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. മീനയുടെ മകളെ തിരുവനന്തപുരത്ത് ഒരു ഇന്റേൺഷിപ്പിനായി ട്രെയിൻ കയറ്റി വിട്ടതിന് ശേഷം തിരികെ വരികയായിരുന്നു മീനയും ഈ ഭർത്താവും. അതിനിടയിലാണ് ഈ അകമല എത്തുന്നതിന് മുൻപ് കാട്ടുപന്നി റോഡിന് കുറുകെ ചാടുന്നതും. ഈ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയതോടുകൂടി വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി ഒരു ടോറസ് ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. അങ്ങനെ മീനയ്ക്കും അതോടൊപ്പം തന്നെ ഭർത്താവിനും ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരെയും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകുന്നേരത്തോടുകൂടി മീന മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് അറിയുന്നത്. ഈ കാട്ടുപന്നി കുറുകെ ചാടിയതാണ് ഈ അപകടത്തിന് ഇടയാക്കിയതെന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഭർത്താവും നിലവിൽ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് കാഞ്ഞങ്ങാട് സുനാമി ബാധിതർക്കായി നിർമ്മിച്ച വീടുകളിൽ കഴിയുന്നവർ ദുരിതത്തിൽ. അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാത്തതാണ് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. സുനാമി ദുരിതാശ്വാസ നിധിയിൽ ഉൾപ്പെടുത്തിയ പ്രദേശത്ത് 44 വീടുകൾ പണിതെങ്കിലും ഭൂരിഭാഗവും ചോർന്നൊലിക്കുന്ന നിലയിലാണ്. സുനാമി ദുരിതാശ്വാസ നിധിയിൽ ഉൾപ്പെടുത്തി കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്ത് സർക്കാർ നിർമ്മിച്ചു നൽകിയ 44 വീടുകളിലെ ദുരിത കാഴ്ചകളാണിവ. ഈ ചോർന്നൊലിക്കുന്ന വീടുകളിൽ നിന്ന് ഇനി എങ്ങോട്ട് പോകണമെന്ന ചോദ്യം ഇവിടെ ഓരോ ചുവരുകൾക്കുള്ളിലും മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. കൊച്ചുകുട്ടികളെയും ചേർത്ത് പിടിച്ച് ഇനി എങ്ങോട്ട് പോകണമെന്ന ചിന്തയിലാണിവർ. വാക്കുകളിലൊക്കെ സർക്കാർ അവഗണനയുടെ അമർഷവും സങ്കടവുമുണ്ട്. എല്ലാവരും കോളനി വാസമായിട്ട് 41 കോളനി ഇടുന്നത് നമുക്ക് തന്നിന്. ഇതിനെ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. 1.5 ലക്ഷം റുപ്യ നമ്മളൊരു മുടക്കിയ ആളുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇതിന് വരുമ്പോൾ ഒരു ജനലില്ല, വാതിലില്ല, ഒന്നുമില്ല. എല്ലാം നമ്മളെ കൈമീന്ന് നിന്ന് കടുവ് കൊടുത്ത് അങ്ങനെ ഇങ്ങനെ അലാക്കിട്ടാണ് ഇത് കെട്ടി എടുത്ത് ശരിയാക്കിന്. ഇതിനെ കൊണ്ട് ഇപ്പോൾ ഒരു പ്രചോദനം ഫുള്ള് വെള്ളാൻ്റെ ഉള്ളിൽ. മഴ പെയ്താൽ വീടുകളിൽ വെള്ളം ഊർന്നിറങ്ങും. ചുമരിലും മേൽക്കൂരയിലെ കോൺക്രീറ്റിലുമെല്ലാം ചോർച്ചയാണ്. ചെരുപ്പിടാതെ ചുമരിൽ തൊട്ടാൽ ഷോക്കേൽക്കും. മഴ പെയ്യുമ്പോൾ കുട്ടികൾക്ക് വൈദ്യുതാഘാതമേൽക്കുമോ എന്ന ആദിയാണിവർക്ക്. ഇത് ഒരു വീട്ടിലെ മാത്രം സ്ഥിതിയല്ല. പ്രദേശത്തെ 44 വീടുകളിലും ഇതാണ് അവസ്ഥ. നമ്മൾ രണ്ടും ചെറിയ മക്കളെയും കൊണ്ട് താമസിക്കുന്നതന്നെ. അപ്പോൾ ഇവിടെ വെള്ളം കയറിയിട്ട് പോന്ന് വരുന്നു. ഇക്കൊല്ലം തീരെ താമസിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക്. മുകളിലും വെള്ളം തന്നെ, തായും വെള്ളം തന്നെ, എല്ലാം വെള്ളം തന്നെ. പിന്നെ ഞങ്ങൾ എന്താക്കണം? പിന്നെ ലീക്കിനും എല്ലാം ചെയ്തു തരണം. ഉള്ളിലും ചോരുന്നു, പുറത്തും ചോരുന്നു. അപ്പോൾ എന്ത് ചെയ്യും ഞമ്മ?
തെക്കൻ കേരളത്തിലുണ്ടായ സുനാമിയിൽ വിറങ്ങലിച്ചു നിന്ന കാലത്ത് സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ 44 വീടുകൾ. കടലോരത്തെ താമസക്കാരെ അപകടമേഖലയിൽ നിന്നും പുനരധിവസിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. 3 സെന്റിലൊതുങ്ങുന്ന കുഞ്ഞു കോൺക്രീറ്റ് വീടുകളാണ് പദ്ധതിയുടെ ഭാഗമായി ഇവിടെ നിർമ്മിച്ചത്. 2 മീറ്റർ വീതിയും 2 മീറ്റർ നീളവുമുള്ള 2 മുറികളും അടുക്കളയും ഉൾക്കൊള്ളുന്നതാണ് വീടുകൾ. കോളനിയിലെ കിണറിലാണെങ്കിൽ മലിനജലമാണെന്നും ഇവർ പറയുന്നുണ്ട്. നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ലെന്നും താമസക്കാർ. കുടിവെള്ളത്തിന് ഒരു പ്രാവശ്യം വന്നിട്ട് ആ വീട്ടിലാണ് നല്ല വെള്ളമുള്ളത്. ആടുന്ന് മുനിസിപ്പാലിറ്റി നാളെല്ലാം വന്നിട്ട് ഇതാ ഈ സ്ഥലത്ത് ഒരു കല്ലിട്ടിട്ട് ഇപ്പം അടുത്ത് കുടിവെള്ളം കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണന ഇനിയെങ്കിലും സർക്കാർ അവസാനിപ്പിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്തെ ഞാനിരിക്കുന്ന പത്മിനിയുടെ വീട്ടിലിപ്പോഴും മുകളിൽ നിന്ന് വെള്ളമിങ്ങനെ താഴേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ഇവർ ഉന്നയിക്കുന്ന പരാതികളിൽ കൃത്യമായ അന്വേഷണം നടക്കണം. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. അഭിലാഷ് പള്ളിക്കരയ്ക്കും വിജയ് ഷണങ്കൂരിനുമൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ വേണം എന്നുള്ള ആവശ്യമാണ് അവിടെയുള്ള ആളുകൾ, ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പകുതിയിലേറെ വീടുകളിൽ ഭിത്തികളിൽ നിന്ന് ഷോക്കടിക്കുന്നുണ്ട് എന്നുള്ള പരാതിയും അവർ ഉയർത്തുന്നുണ്ട്. ചില പ്രതികരണങ്ങളിലേക്കാണ്. ഇല്ല, നമ്മൾ വന്ന സമയത്ത് ഇത്ര ചോർച്ച ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ മഴയൊക്കെ വന്നേ പിന്നെ നല്ല ചോർച്ചയുണ്ട്. 7 വർഷമായി ഞാൻ വന്നിട്ട് ഫുള്ള് ചോർച്ച, മഴ വന്നാലും ഫുള്ള് ചോർച്ച തന്നെ. നമുക്ക് നിൽക്കാനേ പറ്റുന്നില്ല. ഫുള്ള് വെള്ളം നമ്മൾ പിഴിഞ്ഞെടുക്കണം വെള്ളം. അങ്ങനത്തെ ബുദ്ധിമുട്ട്. കെട്ടി നിൽക്കുന്ന വെള്ളം ഏത് സമയത്ത് ഇത് ഇടിഞ്ഞു വീഴുമെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. ഇപ്പോൾ അടുത്ത വയനാട്ടിലെ സംഭവം അതുപോലത്തെ ഒരു സംഭവം വീടി ഉണ്ടാവും. അടുത്ത കാലത്ത് അങ്ങനെ ഉണ്ടാവും. 44 വീടുകളുണ്ട്. ഇതുവരെ റവന്യൂ മന്ത്രി വന്ന്, അതുപോലെ തന്നെ ചെയർപേഴ്സ് വന്ന് മുനിസിപ്പാലിറ്റിന്ന്, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ വന്ന് ഒരു സ്വാസ്ഥ്യ പരിഹാരം ഇവിടെ ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കടലിൽ പോയിട്ട് വന്നിട്ട് ഇത് കണ്ടില്ലേ, നമ്മളെ പോലെ കണ്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വീട്ടിലെ ആൾക്കാരുടെ അവസ്ഥ. വെള്ളം കയറി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വയനാട് പോലെ ആവും ഈ സ്ഥലം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ 5ാം നിലയിൽ നവജാത ശിശുക്കളുടെ ICUവിന് മുമ്പിൽ പാമ്പിനെ കണ്ടെത്തിയത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ദിവസങ്ങൾക്ക് മുമ്പ് കാർഡിയോളജി വിഭാഗത്തിലെ വാർഡിൽ നിന്നും പാമ്പിനെ പിടികൂടിയിരുന്നു. കാട് മൂടിയതും മാലിന്യം നിറഞ്ഞതുമായ ആശുപത്രി പരിസരം ശുചീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പരാതി. ഒറ്റനോട്ടത്തിൽ യാദൃശ്ചിക സംഭവമെന്ന് തോന്നാം. എന്നാൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തി പരിസരം പരിശോധിച്ചാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. കാടുകയറി മാലിന്യം നിറഞ്ഞു കിടക്കുന്ന പരിസര പ്രദേശങ്ങൾ ചെറുതല്ലാത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ 5ാം നിലയിൽ നവജാത ശിശുക്കളുടെ വാതിലിന് സമീപം പാമ്പിനെ കണ്ടത്. ICUവിൽ പ്രവേശിപ്പിച്ചിരുന്ന കുട്ടികളുടെ കൂട്ടിരിപ്പുകാരാണ് പാമ്പിനെ കണ്ടത്. ഏറെ നേരം പരിഭ്രാന്തി. സുരക്ഷാ ജീവനക്കാരെത്തിയാണ് പാമ്പിനെ നീക്കം ചെയ്തത്. ദിവസങ്ങൾക്ക് മുൻപ് കാർഡിയോളജി വിഭാഗത്തിലെ വാർഡിൽ നിന്നും പാമ്പിനെ പിടികൂടിയിരുന്നു. 2 മാസമായി പ്രിൻസിപ്പാളില്ല. പാമ്പുകൾ 5ാം നിലയിലെ കുട്ടികളുടെ വാർഡ് വരെ പാമ്പ് എത്തിയിരിക്കുകയാണ്. എന്ത് ധൈര്യത്തിലാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ രോഗികൾ കിടക്കാൻ പറ്റുക? ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാർഡിയോളജി വിഭാഗത്തിൽ മൂർക്കം പാമ്പിനെയാണ് പിടികിട്ടിയത്. 5ാം നിലയിലേക്ക് മുഴുവൻ വള്ളി പടർന്നു പിടിച്ചിട്ട് കാടുകൾ കയറി അതിലൂടെയാണ് പാമ്പുകൾ കയറുന്നത്. ആശുപത്രിയുടെ പരിസര പ്രദേശം കാടുകയറിയും മാലിന്യങ്ങൾ നിറഞ്ഞ നിലയിലുമാണ്. ശുചീകരിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും വേഗത്തിലുള്ള നടപടികൾ വേണമെന്ന് ആവശ്യം. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും ആര് സുരക്ഷ ഉറപ്പാക്കും? തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ വാർഡിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായി എത്തിയ സ്ത്രീക്ക് പാമ്പുകടിയേറ്റ സംഭവം പാഠമാകേണ്ടതായിരുന്നു. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും വിന്യാസത്തിലെ പ്രതിസന്ധി, ഇടയ്ക്കിടെ പണിമുടക്കുന്ന ലിഫ്റ്റ്, അനുബന്ധ സൗകര്യങ്ങളിലെ പരാധീനതകൾ, അടിയന്തര ഇടപെടൽ അനിവാര്യം. പറയുമ്പോൾ വലിയ ആശുപത്രിയും മെഡിക്കൽ കോളേജുമൊക്കെയാണ്. എന്നാൽ തീരാത്ത പരാധീനതകളും വെല്ലുവിളികളും. ആശുപത്രിക്ക് ചികിത്സ വേണം സാർ. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.